നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കോമ്പാക്റ്റ് SUV രംഗത്തേക്കുള്ള മഹീന്ദ്രയുടെ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭാവനയാണ് 3XO എന്ന മോഡൽ. 3XO ആദ്യകാലത്ത് ജനിച്ചത് 300 എന്ന മോഡലായിട്ടാണ്. സാങ്യോങ് ടിവോലി എന്ന മോഡലിൽ നിന്നും നിർമ്മിച്ചെടുത്തൊരു മോഡലാണ് എന്നാണ് പറയേണ്ടത്. സാങ്യോങ് എന്ന കൊറിയൻ കമ്പനിയുമായിട്ട് മഹീന്ദ്രയ്ക്ക് കുറേ കാലം ടൈപ്പ് ഉണ്ടായിരുന്നു. ആ കാലത്താണ് ടിവോലി എന്ന ആ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് സഫോമീറ്റർ വാഹനമാക്കി XUV 300 എന്ന പേരുമിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. പക്ഷേ അതിനുശേഷം പുതിയ തലമുറ 3XO വന്നപ്പോൾ ആ വാഹനവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് മുൻഭാഗമൊക്കെ നിർമ്മിച്ചത്. സൈഡ് പ്രൊഫൈലിൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും XUV 300 കാണാൻ സാധിക്കുന്നത്. പക്ഷേ ബാക്കിയെല്ലാം തീർത്തും പുതിയതായിട്ട് തന്നെയാണ് വന്നതെന്നാണ് പറയേണ്ടത്. അതോടുകൂടി വിൽപ്പനയും നന്നായിട്ട് കൂടുകയുണ്ടായി. 3XOയുടെ രൂപം അത്ര എക്സൈറ്റിംഗ് ആയിരുന്നില്ലെങ്കിൽ 3XO കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. എന്നാൽ തന്നെ വല്ല കുറേ മാറ്റങ്ങൾ വരുത്തിയാണ് കൊണ്ടുവന്നത്. അതായത് യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് വന്ന ഫീഡ്ബാക്കുകൾ വെച്ച് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. ഉദാഹരണമായിട്ട് 180 mm ആയിരുന്നു XUV 300യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിൽ ഈ വാഹനം വന്നപ്പോൾ അത് 201 mm ആക്കി. അങ്ങനെ പല കാര്യങ്ങളും ചെയ്താണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. ഇപ്പോൾ എന്താണ് ഈ വാഹനത്തിൽ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2 പുതിയ വേരിയൻസ് വന്നു എന്നുള്ളതാണ്. അതിന് പേരിട്ടിരിക്കുന്നത് റെവെക്സ് എന്നാണ്. റെവെക്സ് എന്ന വേരിയൻസാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതായത് മഹീന്ദ്ര 3XO റെവെക്സ് എന്ന് പറയുന്ന വേരിയൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് റെവെക്സ് എന്ന വേരിയൻസിൻ്റെ ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന വേരിയൻസിനിടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ഈ വേരിയൻസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേരിയൻറ്റ് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ റെവെക്സ് വേരിയൻറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ പേര് റെവെക്സ് M എന്നാണ്. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേരിയൻറ്റിനും സെക്കൻഡ് വേരിയൻറ്റിനും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഫില്ലായി. എന്ന് തന്നെയല്ല, സെക്കൻഡ് വേരിയൻറ്റിനേക്കാളും ഏതാണ്ട് 60,000 രൂപ കുറച്ചാണ് ഈ ഒരു രണ്ടാമത്തെ റെവെക്സ് എന്ന വേരിയൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വേരിയൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് വേരിയൻറ്റ് ഇടയ്ക്ക് കുറേ ഫീച്ചേഴ്സോടു കൂടിയാണ് റെവെക്സ് M വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന റെവെക്സ് A എന്ന് പറയുന്ന വേരിയൻ്റാണ്. റെവെക്സ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഇത്രയും കാലം നമുക്ക് നല്ല ഫീച്ചേഴ്സോട് കൂടിയ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വേണമായിരുന്നെങ്കിൽ AX5L എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് പോകണമായിരുന്നു. ഇതിപ്പോൾ അതിന് തൊട്ട് പിന്നിലായിട്ട് ഒരു മിഡ് വേരിയൻ്റായിട്ടാണ് ഈ റെവെക്സിൻ്റെ A എന്ന വേരിയൻറ്റ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റെവെക്സ് 5Lനേക്കാളും 83,000 രൂപ കുറച്ചാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഫീച്ചേഴ്സ് കാര്യമായ രീതിയിൽ ഈ ഒരു വേരിയൻറ്റിൽ കൂട്ടിയിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ വേരിയൻ്റാണ്. അതായത് റെവെക്സ് A എന്ന് പറയുന്ന വേരിയൻ്റാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്, അതുപോലെ തന്നെ ടോപ്പ് എൻഡിലേക്ക് പോകാതെ തന്നെ ഒരു ഓട്ടോമാറ്റിക് 3XO വേണമെങ്കിൽ ഈ വേരിയൻറ്റ് വാങ്ങിച്ചാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ പെരുമഴയത്താണ് നിൽക്കുന്നത്. കർക്കിടകമാണല്ലോ. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മഴക്കാലത്ത് ഷൂട്ട് ചെയ്യുന്ന ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് ഞാൻ നിൽക്കുന്നത്, കാക്കനാട്. അപ്പോൾ എല്ലാവർക്കും 3XOയുടെ ഏറ്റവും പുതിയ റെവെക്സ് എന്ന വേരിയൻറ്റിൻ്റെ ഡ്രൈവിലേക്ക് സ്വാഗതം. അപ്പോൾ റെവെക്സ് എന്ന മോഡൽ പ്രധാനമായിട്ടും ഈ വന്നിരിക്കുന്ന 2 വേരിയൻറ്റുകളിൽ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് 3 ലിറ്റർ പെട്രോൾ എഞ്ചിനും മറ്റൊന്നിൽ വന്നിരിക്കുന്നത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനുമാണ്. ഈ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പവർഫുള്ളായുള്ള ഗംഭീരമായിട്ടുള്ള ഒരു എഞ്ചിൻ. 131 bhp എഞ്ചിനാണിത്. 1.2 ലിറ്റർ പെട്രോൾ. അതിലാണ് ഈ ടോപ്പ് എൻഡ്, അതായത് ഈ റെവെക്സിലെ ടോപ്പ് എൻഡ് മോഡലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന A എന്ന വേരിയൻറ്റ് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഗംഭീരമായ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റ് നമുക്ക് നേരത്തെ വാങ്ങിക്കണമായിരുന്നെങ്കിൽ ഈ വേരിയൻറ്റിനേക്കാളും 83,000 രൂപ കൂടുതൽ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഗംഭീരമായ എഞ്ചിൻ അതിനേക്കാളൊക്കെ വില കുറച്ച് ലഭ്യമായിട്ടുണ്ടെന്നുള്ളതാണ് റെവെക്സ് എന്ന വേരിയൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ റെവെക്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസും പിന്നെ ഇൻറ്റീരിയറിലെ കുറച്ച് ചേഞ്ചസും ഒക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത്. ഈ റെവെക്സ് എന്ന വേരിയൻറ്റിൽ വന്നിരിക്കുന്ന നിറങ്ങൾക്ക് അതേ നിറം തന്നെയാണ് അതിൻ്റെ ഗ്രില്ലിൻ്റെ ഭാഗത്തും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഗ്രില്ല് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് XUV 400 എന്ന് പറയുന്ന ഇലക്ട്രിക് മോഡലിൻ്റെ ആ ഒരു ഓർമ്മയായിരിക്കും വരാൻ പോകുന്നത്. കാരണം അതുപോലെ അങ്ങ് അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗം. അതിൽ ഭംഗിയുള്ള കോം സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ആ സ്ട്രിപ്പിനിടയ്ക്ക് തന്നെ ലോഗോയും കൊടുത്ത് ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ ലോഗോയും കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ബ്ലാക്ക് നിറത്തിലുള്ള ബമ്പറും അതുപോലെ തന്നെ എയർ ഡാമൊക്കെയാണ് കാണുന്നത്. ഈ ഒരു കോൺട്രാസ്റ്റ് രസമുണ്ട്. ഈ ഒരു ഫുൾ വൈറ്റും അതിൻ്റെ കൂടെ ബ്ലാക്കും വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത് 5 നിറങ്ങളിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. അതിൽ 3 നിറങ്ങളിൽ
റൂഫിന് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് നിറവും 2 നിറങ്ങളിൽ ഗ്രേ നിറവുമാണ്. ഗ്രേ നിറം പ്രധാനമായിട്ട് നമുക്കറിയാമല്ലോ, ഒന്ന് ബ്ലൂവിനും അതുപോലെ തന്നെ ബ്ലാക്ക് നിറമുള്ള വാഹനത്തിനാണ് ഗ്രേ റൂഫ് വരുന്നതെങ്കിൽ മറ്റ് 3 നിറങ്ങൾക്കും ബ്ലാക്ക് റൂഫാണ് വന്നിരിക്കുന്നത്. എന്നാൽ ആ കോൺട്രാസ്റ്റൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ കോംപ്രമൈസ് ഒന്നുമില്ല. റവെക്സ് എന്ന മോഡലിൽ ആ ഒരു ബൈ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു കൺസോളാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ C ഷേപ്പുള്ള ഡേ ടൈം റണ്ണിങ് ലാമ്പ് വന്നിരിക്കുന്നു. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. അത് തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഷേപ്പൊക്കെ ഈ വാഹനത്തിന് ചേരുന്ന രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ വളരെ കനത്ത ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു മസിൽമാൻ ലുക്കുള്ളൊരു വാഹനം തന്നെയാണിത്. എന്തായാലും ഇതിൻ്റെ മുൻ തലമുറക്കാരെന്ന് വിളിക്കാവുന്ന XUV 300കളൊക്കെ വളരെ ഭംഗിയുള്ള രൂപമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് മുന്നേ എടുത്ത് പറയേണ്ടത് നമുക്ക് ഈ ഒരു പവർ ബൾജുകളൊക്കെയാണ് ബോണറ്റ് കൊടുത്തിരിക്കുന്നത്. അതുമെല്ലാം XUV 3XO നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന രൂപം തന്നെയെന്നാണ് പറയേണ്ടത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ വേരിയൻറ്റിൽ വന്നിരിക്കുന്ന 16 ഇഞ്ച് ടയേഴ്സാണ്. പക്ഷേ ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ അത് 17 ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു അലോയ് വീൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇത് പുതിയതാണ്. അതല്ല ബ്ലാക്ക് ഫിനിഷ്, പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ എന്ന് പറയുന്ന റവെക്സിൻ്റെ വേരിയൻറ്റിൽ വരുന്ന പക്ഷേ ഇപ്പോഴും എന്താ പറയുക വീൽ കപ്പുകളാണെന്നാണ് പറയേണ്ടത്. അലോയ് വീലല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വലിയ ക്ലാഡിങ്, കനത്ത ക്ലാഡിങ് ആണ് നീളുന്നത്. ഇവിടെ TGDI എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനിലാണ് സൂചിപ്പിക്കുന്നത്. ഓട്ടോമാറ്റിക് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എന്നൊന്നും ഇപ്പോൾ ഇനി കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ പഴയൊരു കാലമാണ്. പണ്ടൊക്കെ പവർ ബ്രേക്ക് എന്നൊക്കെ ബസ്സിൻ്റെ പുറകെ എഴുതി വയ്ക്കുമായിരുന്നു. അതുപോലെ ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് നമ്മൾ എഴുതി വയ്ക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സൈഡ് മിറേഴ്സിനൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലുകൾക്ക് കൊടുത്തിരിക്കുന്നത് ബോഡി കളർ തന്നെയാണ്. മേൽഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ബോഡിയോട് നല്ലപോലെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെയുള്ള ബ്ലാക്ക് ഫിനിഷ് നല്ലൊരു ഫ്ലോട്ടിംഗ് ലുക്കാണ് വാഹനത്തിന് സമ്മാനിക്കുന്നത്. അതുപോലെ ആ ഒരു ക്ലാഡിങ് അങ്ങനെ വീണ്ടും ബാക്കിലേക്ക് നീളുന്നു. കനത്ത വീൽ ആർച്ചുകളിലൂടെ അത് പിന്നിലേക്ക് പോകുന്നു. ഈ ഭാഗത്താണ് ഇത് റവെക്സ് ആണ് നമ്മളെ ബോധിപ്പിച്ച് തരുന്ന ആ ഒരു ബാഡ്ജിങ്. അല്ല X എന്നുള്ള ഈ ഒരു ലെറ്റർ മാത്രം റെഡിൽ കൊടുത്തിരിക്കുന്നതും ഭംഗിയായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഭാഗത്തെ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു വൈറ്റ് ഫിനിഷും എല്ലാം കൂടെ വളരെ ഭംഗിയുള്ള രൂപം സമ്മാനിക്കുന്നുള്ള ഒരു സംശയമില്ല. ഷാർഫിൻ ആൻറ്റിനയല്ല കൊടുത്തിരിക്കുന്നത്, പൂച്ചയുടെ വാല് പോലത്തെ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറുണ്ട്, അതിൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗം ആ ഒരു LED സ്ട്രിപ്പ് അങ്ങനെ പിൻഭാഗത്ത് നെടുനീളത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡീഫോഗർ, അതുപോലെ ഇവിടെ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു റവെക്സിൻ്റെ A എന്ന വേരിയൻറ്റിൽ വരുന്നു. പിന്നെ നീട്ടിപ്പിടിച്ച് XUV 300 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റവെക്സ് എന്നുള്ള ബാഡ്ജിങ് അതേപോലെ കൊടുത്തിരിക്കുന്നു. വളരെ വലിയൊരു ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് ഈ ഒരു ഭാഗം കഴിഞ്ഞ് താഴേക്ക് മുഴുവൻ ബമ്പറാണെന്ന് പറയാം. താഴെയായിട്ട് ഒരു ആഷ് ഫിനിഷുള്ള ഭാഗമാണ് ഏറ്റവും ലോവർ ഭാഗത്തായിട്ട് കാണുന്നത്. അതിൻ്റെ ഈ ഒരു ബമ്പറിൻ്റെയൊക്കെ ഡിസൈൻ വളരെ ഭംഗിയായിട്ടുണ്ട്. വാഹനത്തിന് മൊത്തത്തിലുള്ള മസിൽ തോന്നിക്കുന്ന രീതിയിൽ തന്നെ ബമ്പറിൻ്റെ ഡിസൈനും വന്നിരിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഡിസൈനെ പറ്റി പറയാവുന്നത്. എന്തായാലും ഈ ബൂട്ട് സ്പേസ് നോക്കാം. ഒരു മാറ്റവുമില്ല, കാരണം വാഹനത്തിന് മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായാലും മാറ്റമൊന്നുമില്ലെങ്കിൽ പോലും കാണിക്കണമല്ലോ. അതായത് 295 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. 300 ആയിരുന്നപ്പോൾ 259 ആയിരുന്ന ഒരു ഒറ്റ ചാട്ടമായിരുന്നു 295ലേക്ക്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 60-40 ആയിട്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് വീണ്ടും കൂടുതൽ സ്പേസ് കണ്ടെത്താം. അതുപോലെ ഇവിടെയൊക്കെ ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്യണമെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം വളരെ നീറ്റാണ്. തന്നെയല്ല ഇപ്പോഴത്തെ കാലത്തെ മഹീന്ദ്രയുടെ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടത് ടോപ്പ് എൻഡ് മോഡലിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ ടയർ സൈസ് പോലുള്ള ചെറിയ കാര്യങ്ങളുള്ള വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ ടോപ്പ് എൻഡിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. എന്ന് തന്നെയല്ല ഈ ഒരു റവെക്സ് എന്നുള്ള ബാഡ്ജിങ് ഒക്കെ തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം തോന്നുന്നൊരു വാഹനം തന്നെയാണ് ഈ ഒരു ഏറ്റവും പുതിയ റവെക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത് നോക്കാം.
അപ്പോൾ ഉൾഭാഗത്തേക്ക് കിടക്കുമ്പോൾ ആണ് നമുക്ക് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരം മനസ്സിലാകുന്നത്. നമ്മളിത് ആദ്യം 3XOയുടെ ഫസ്റ്റ് മീഡിയ ഡ്രൈവിൽ തന്നെ നമ്മളത് പറഞ്ഞിരുന്നു. ഞെട്ടിക്കുന്ന ഇൻറ്റീരിയറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ഇഞ്ചിലും തീർച്ചയായിട്ടും ആ ഒരു നിർമ്മാണ നിലവാരം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ എ എന്ന റവക്സിൻ്റെ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും, അതായത് നമ്മൾ കാഴ്ചയിൽ പെട്ടെന്ന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല. എന്നാൽ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് 360 ഡിഗ്രി ക്യാമറ ഇല്ല. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കുറവുകൾ നമുക്ക് പറയാം. പക്ഷേ അതനുസരിച്ച് വിലയും കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തായാലും മറ്റ് കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമില്ല. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. ഈ വൈറ്റ് നിറം തീർച്ചയായിട്ടും പെട്ടെന്ന് ചെളി പിടിക്കുന്നുള്ള ഒരു സംശയമില്ല, അതായത് കുറ്റം പറയണമല്ലോ. എന്നാലും ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും കൂടെ ആ ഒരു സങ്കരൻ രസമാണെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു പാർട്ടീഷൻ പോലെ ഇവിടെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഇവിടെ ടെക്സ്റ്റേർഡ് ബ്ലാക്കും കൊടുത്തിരിക്കുന്നു. വൈറ്റും നല്ല ഭംഗിയായിട്ടുണ്ട്. 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നടുവിൽ നിൽക്കുന്നത്. ഇത് എം എന്ന് പറയുന്ന റവക്സിൻ്റെ വേരിയൻറ്റിൽ, വില കുറഞ്ഞ വേരിയൻറ്റിൽ പോലും ഈ ഒരു വലിപ്പമുള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ അഡ്രനോക്സ് എന്ന് പറയുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ആപ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ ഇതിനകത്ത് വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ അത് നമുക്ക് എം എന്ന് പറയുന്ന റവക്സിൻ്റെ വേരിയൻറ്റിലില്ല. ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹാമൻ കാർഡിൻ്റെ ഒരു 6 സ്പീക്കർ സിസ്റ്റമാണ്. അതൊരു ഗംഭീര മ്യൂസിക് സിസ്റ്റമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് 6 സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ എം എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അതിന് 6 സ്പീക്കേഴ്സ് ഇല്ല, അതിനുള്ളത് 4 സ്പീക്കേഴ്സാണ്. ആ ഒരു വ്യത്യാസം ഇതിനകത്ത് കാണാം. പിന്നെ റിവേഴ്സ് ക്യാമറയൊക്കെ നല്ല റെസൊല്യൂഷനാണ്. 360 ഡിഗ്രി ഇല്ലെങ്കിലും നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്താണ് ബാക്കി റേഡിയോ, ആപ്പിൾ കാർപ്ലേ, മ്യൂസിക്, ഫോണ്, നാവിഗേഷൻ, ആപ്ലിക്കേഷൻ, അത്ര എല്ലാ കാര്യങ്ങളും ഉണ്ട്. അഡ്രനോക്സിൻ്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഒട്ടും തന്നെ നമ്മളെ ശല്യപ്പെടുത്താത്ത രീതിയിലാണ് അല്പം ഉയർന്നു നിൽക്കുന്നു തോന്നുന്നെങ്കിൽ പോലും നമുക്ക് ഡ്രൈവിങ്ങിൽ അത് യാതൊരു ഡിസ്കംഫർട്ടും ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയണം. ഇപ്പോൾ ഈ ഒരു എ എന്ന വേരിയൻറ്റിൽ, റവക്സിൻ്റെ എ വേരിയൻറ്റിൽ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഇപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്, പഴയ XUV 400 ആ ഒരു ഭാഗത്തെയാണ്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഭാഗം അതിനെ ഓർപ്പിക്കുന്നുണ്ടെന്നുള്ള സംശയമില്ല. പിന്നെ ഇവിടെയൊക്കെയുള്ള ഫിസിക്കൽ സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സോണിൻ്റെ ആ സ്വിച്ചൊക്കെയാണ്, മെമ്മറി ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ ചാർജിങ് പോയിൻറ്റ് കൂടാതെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഫോൺ വെച്ച് യാത്ര ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറിൻ്റെ ഒരു ഭാഗത്തെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ. ഇതാണ് വാഹനത്തിൻ്റെ കീ വളരെ കനത്ത കീ എന്നാണ് പറയുന്നത്, നല്ല വെയിറ്റ് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ മനോഹരമായ ആംറസ്റ്റ്, അതിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസും അവിടെ കാണാം. ഈ ഭാഗത്തെല്ലാം ഉള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷ് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിങ്ങനെ ഒരു തുടർച്ച പോലെ കൺസോളിലേക്ക് വരുന്നു. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. എന്ന് തന്നെ വല്ല ലെതറഡ് സീറ്റാണ്. എം എന്ന് പറയുന്ന റവക്സ് വേരിയൻറ്റിലും എ റവക്സ് വേരിയൻറ്റിലും ആ കാര്യത്തിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഇതിൽ വെന്റിലേറ്റഡ് സീറ്റാണ് നമുക്ക് തോന്നും, പക്ഷേ വെറും തോന്നൽ മാത്രമാണ്, അത് കൊടുത്തിട്ടില്ല. സീറ്റിൻ്റെ ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലിയാണ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. അതിന് പവർ സ്വിച്ചുകളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ അവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷും അല്ല ടെക്സ്റ്റേർഡ് ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഡോർ പാഡിൻ്റെ ഒരു ഭാഗം. അതുപോലെ 2 ബോട്ടിലൊക്കെ വയ്ക്കാം. പിന്നെ ട്വീറ്ററും സ്പീക്കറും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് കുഷനിങ് അത് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് കുഷനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാവുന്നത്, അതായത് എം എന്ന് പറയുന്ന റവക്സ് വേരിയൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. പനോരമിക് സൺറൂഫ് മാത്രമല്ല, അതിൻ്റെ ആ ഒരു ഫ്ലാപ്പ് അത് നമുക്ക് ഇലക്ട്രിക്കലി തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. പല വാഹനങ്ങളിലും അത് മാത്രം നമ്മൾ മാനുവലി ചെയ്യുകയും പിന്നെ സൺറൂഫ് അല്ലാതെ തുറക്കുകയും വേണ്ടി വരുമെങ്കിൽ ഇതങ്ങനെയല്ല, അത് ഭംഗിയായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇതും എം എന്ന് പറയുന്ന വേരിയൻറ്റിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എ എന്ന് പറയുന്ന വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീലാണെങ്കിലും ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളൊക്കെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ XUV 700 നമ്മൾ കാണുന്ന അതേ മീറ്റർ കൺസോളാണ് കാണുന്നത്. നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനും അത് നല്ല ഗ്രാഫിക്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൽ TPMS ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള വാഹനം എന്നാണ് പറയുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഐഡലിങ്ങിനൊക്കെ വാഹനം സ്റ്റോപ്പ് ആകുമ്പോൾ എൻജിൻ കട്ട് ഓഫ് ആകുന്ന സിസ്റ്റമാണ്. അത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. അത്തരം കാര്യങ്ങളുടെ സ്വിച്ചൊക്കെ ഇവിടെ കാണാം. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സ് ഫോൾഡബിളുമാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളുമാണ്. അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് സ്വിച്ചുകളുടെ നിലവാരമൊക്കെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും സീറ്റിൻ്റെ ഹൈറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായി ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നൊരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും ഒരു പരാതിയും പറയാനില്ല.
അതുപോലെ ഈ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, ഓട്ടോമാറ്റിക് വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ എം എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഇതിൽ വരുമ്പോഴത്തേക്ക് സിംഗിൾ പെയിൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. കൂടാതെ അതിലുമുണ്ട് ചെറിയ കാര്യങ്ങൾ. ഇപ്പം ഫോളോ മീ ഹോം ഹെഡ്ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എം എന്ന് പറയുന്ന വില കുറഞ്ഞ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണ സജ്ജമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് പിൻഭാഗത്തിരിക്കാം. അപ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് എം എന്ന് പറയുന്ന വേരിയൻറ്റിലും എ എന്ന വേരിയൻറ്റിലും ഇത് കൊടുത്തിട്ടുണ്ട്. അത് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് 2 ചാർജിങ് പോയിൻറ്റുകളുണ്ട്. ഒന്ന് 12 വോൾട്ടിൻ്റെയും മറ്റൊന്ന് ഈ ഒരു സീറ്റ് ടൈപ്പും കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് AC വെൻ്റുണ്ട്. തന്നെയല്ല, സീറ്റിൻ്റെ നിർമ്മാണം, നിലവാരവും കുഷ്യനിങ്ങും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. തൈ സപ്പോർട്ടുള്ള സീറ്റ് തന്നെയാണ്. അതിലൊക്കെ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്. അതും എം എന്ന് പറയുന്ന വേരിയൻറ്റിലും അതിൽ പിശുക്കൊന്നും കാണിച്ചിട്ടില്ല. ഡോർ പാഡിൽ ഇവിടെയും വയ്ക്കാം, ചെറിയ 1-2 ബോട്ടിലൊക്കെ വയ്ക്കാം. നല്ല ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ സൺറൂഫിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും പിൻഭാഗം വരെ എത്തുന്നുണ്ട്. തന്നെ വളരെ പ്ലസൻ്റാണ് കേട്ടോ. ഇൻറ്റീരിയർ വളരെ പ്ലസൻ്റാണ്. ആ വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു മിക്സ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് ഭംഗിയായിട്ടുണ്ട്. അതുപോലെ വിൻഡോ ലൈനൊക്കെ താഴ്ന്നാണ്. സുഖമായിട്ടൊരു SUV-യുടെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെയൊക്കെ ചെറിയ സീറ്റ് പോക്കറ്റൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഭംഗിയാണ്. എന്തായാലും സ്റ്റോറേജ് സ്പേസ് ആയാലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ആയാലും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസിൽ ഇപ്പോൾ ആംറസ്റ്റിലെ ചിൽഡാണ് ടോപ്പനിലേക്ക് പോകുമ്പോൾ ഇത് അതില്ല. അത്തരം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. ഇത് ശരിക്കും വർത്താണെന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ ടോപ്പനിലേക്ക് പോകുമ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വിലയേക്കാൾ എനിക്ക് തോന്നുന്നു 3 ലക്ഷം രൂപ കുറവുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന റവെക്സ് എന്ന് പറയുന്ന ഈ ഒരു എ വേരിയൻറ്റിൽ. ഗംഭീരമായ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. മഹീന്ദ്രയുടെ ചരിത്രത്തിലുള്ള വാഹനങ്ങളിലെ ഏറ്റവും മികച്ച ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ ഏറ്റവും സ്പോർട്ടി ഡ്രൈവ് സമ്മാനിക്കുന്ന ഈ 3XOയുടെ ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുള്ള ഈ ഒരു വേരിയൻ്റാണ്. എന്ന് പറയുമ്പോൾ ഇത്രയും കാലം നമുക്ക് ഒരു 83,000 രൂപ കൂടുതൽ കൊടുക്കണമായിരുന്നു ഇത്രയും ഫീച്ചേഴ്സുള്ള ഓട്ടോമാറ്റിക്കിലേക്ക് വരണമെങ്കിൽ. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഒന്ന് കുറച്ച് തന്നു. നിങ്ങളെല്ലാവരും ഓട്ടോമാറ്റിക് ഓടി സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹീന്ദ്ര തന്നിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ്, ഓടിച്ച് നോക്കാൻ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഓട്ടോമാറ്റിക്കിൽ ഈ ഒരു ഗിയർ ബോക്സും ഈ ഒരു എഞ്ചിനുമുള്ള മോഡൽ നമ്മൾ ഓടിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും പുതിയ വേരിയൻറ്റ് വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മഹീന്ദ്ര എന്ന വാഹന നിർമ്മാണ കമ്പനി നമ്മളെ പലപ്പോഴും ഞെട്ടിക്കുന്നത് മോഡലുകളുടെ ഒരു ഭംഗി, ഡിസൈൻ്റെ വ്യത്യാസമൊക്കെ കൊണ്ടാണ്. ഇപ്പം ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വന്നപ്പോൾ അത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം. എങ്കിൽ പോലും പണ്ട് തൊട്ടേ മഹീന്ദ്രയുടെ എഞ്ചിനുകളെന്ന് പറയുന്നത് ഗംഭീര എഞ്ചിനുകളാണ്. മഹീന്ദ്ര നിർമ്മിക്കുന്ന, മഹീന്ദ്ര തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനുകൾ പോലും ഗംഭീര എഞ്ചിനുകളാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ 700 പോലുള്ള വാഹനങ്ങൾ വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ആ ഡീസൽ എഞ്ചിനുകളുടെയൊക്കെ ഒരു റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താറിൻ്റെ കാര്യം, താറിൻ്റെ കാഴ്ചയിൽ ആ ഗൗരവമൊന്നുമല്ല. ഓടിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം വളരെ ലളിത മനസ്കനായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാകും. അത്രയും ഗംഭീരമായ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷേ ഇന്ത്യയിലെ തന്നെ മറ്റൊരു പ്രമുഖ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ വെച്ചുള്ള കളിയായിരുന്നു. ഇപ്പോൾ
വീണ്ടും അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താവുന്ന രീതിയിലുള്ള ലൈസൻസ് പോലും ഇപ്പോൾ ഫിയറ്റിൻ്റെ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോഴും സ്വന്തമായി വാഹനം എൻജിൻ നിർമ്മിക്കുന്നതിലും കൂടുതൽ ടാറ്റ ഫിയറ്റിൻ്റെ എൻജിനൊക്കെ വെച്ചിട്ടുള്ള കളികൾ കളിക്കുമ്പോൾ മഹീന്ദ്ര എൻജിനിലാണ് കാര്യമായ രീതിയിൽ സ്വന്തം നിലയ്ക്ക് പല ഡെവലപ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മഹീന്ദ്രയുടെ വാഹനങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് എൻജിനും ഏറ്റവും ബെസ്റ്റ് ഗിയർ ബോക്സും രണ്ടുകൂടെ ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുന്നത് ഈ വാഹനത്തിലാണെന്നാണ് പറയേണ്ടത്. ഇത് നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ 3XOയിലെ ഈ ഒരു എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അഡിക്റ്റ് ആയിപ്പോൾ അത്രയും രസകരമാണ് ഓടിക്കാൻ. ഗിയർ ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ സീംലെസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ കണ്ടോ, ഒരു ചെറിയ ഒരു സെക്കൻഡിൽ താഴെ ഒരു ചെറിയ ലാഗിന് ഒരൊറ്റ പോക്കാണ് സാധനം. വളരെ രസകരമാണ് ഓടിക്കാൻ. അതിപ്പോൾ ഏറ്റവും പുതിയ റവക്സ് എന്ന മോഡലിൻ്റെ ഈ ഒരു എ എന്ന വേരിയൻറ്റിൽ നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ. ഇത്രയും പവർഫുള്ളായ വാഹനത്തിൽ എപ്പോഴും അഡാസ് ഫീച്ചേഴ്സൊക്കെ നല്ലതാണ്. പക്ഷേ ഈ വിലയൊന്ന് പിടിച്ചു നിർത്താനും ഈ ഒരു ഗിയർ ബോക്സും എൻജിനും കുറച്ചുകൂടി പൈസ കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ബൈങ് കപ്പാസിറ്റി കുറഞ്ഞവർക്കും കൂടി കിട്ടുന്ന രീതിയിലാണ് മഹീന്ദ്ര ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഫീച്ചേഴ്സ് വലിയ കോംപ്രമൈസ് ചെയ്യാതെയാണ് ഈ ഒരു എൻജിനും ഗിയർ ബോക്സും ഒക്കെ ഈ ഒരു ഏറ്റവും പുതിയ റവക്സ് എന്ന് പറയുന്ന മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വില വളരെ കൂടുതലൊന്നും പറയാനുമില്ല. അപ്പോൾ റവക്സ് എന്ന വേരിയൻറ്റുകളിൽ 2 എൻജിനുകളും കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒന്ന് 1.2 ലിറ്റർ 3 സിലിണ്ടർ 111 BSP ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതാണ് എം എന്ന് പറയുന്ന എൻട്രി ലെവൽ മോഡലിൽ തൊട്ട് താഴെ വന്നിരിക്കുന്ന വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് മോശമാണെന്ന് പറയാനാവില്ല എൻജിൻ, പക്ഷേ കുറച്ചുകൂടി എന്താ പറയേണ്ടത്, ഈ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ്റെ ആ ഒരു സുഖവും ഒരു റിഫൈൻമെൻറ്റും തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു 1.2 ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോളിൽ നിന്നാണ് കിട്ടുന്നത്. 131 BSP ആണ്. അതായത് 20 BSP പവർ കൂടുതലുണ്ട് ഈ ഒരു എൻജിനിലേക്ക് വരുമ്പോൾ. ആദ്യം പറഞ്ഞ എൻജിനിൽ മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ ഇതിലിപ്പോൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൊണ്ടുണ്ട്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള മോഡൽ മാത്രമാണ് റവക്സിൽ വന്നിരിക്കുന്നത്. റവക്സിൽ ഡീസൽ എഞ്ചിൻ കൊടുത്തിട്ടുമില്ല. ഡീസൽ എഞ്ചിൻ നമുക്ക് 3XOയിൽ മറ്റ് വേരിയൻസിലുണ്ടെങ്കിലും റവക്സിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഡീസൽ മോഡലിൽ 6 സ്പീഡ് AMT ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടോർക്ക് കൺവേർട്ടർ കൊടുത്തിട്ടില്ല. ഇതിലെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നിർമ്മിച്ച് കൊടുത്തിരിക്കുന്നത് ഐസിൻ എന്ന് പറയുന്ന കമ്പനിയാണ്. ടൊയോട്ടയുടെ ഉടമസ്ഥതയുള്ള കമ്പനിയാണ്. അപ്പോൾ ഐസിനാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സുകൾ നിർമ്മിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇതിലും വന്നിരിക്കുന്നത്. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ മറ്റ് ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിലൊക്കെ വരുമ്പോഴത്തേക്കും മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് സിപ്സാപ്പ് സൂം എന്നൊക്കെ പറയുന്ന ചില ഡ്രൈവ് മോഡുകളാണ്. അതും പക്ഷേ ഈ ഒരു റവക്സിൽ കൊടുത്തിട്ടില്ല. ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ 230 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ടോർക്കും ഇതിലാണ്, ഈ എഞ്ചിനിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. എന്നാലും സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു ഇത്രയും ഗംഭീരമായ ഗ്രൗണ്ട് ക്ലിയറൻസ് അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക ലോങ് ട്രാവലുള്ളൊരു സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കുഴികളിലൊക്കെ വളരെ ഗംഭീരമായൊരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും ആവശ്യവും. അപ്പോൾ ഇനി മൊത്തം സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വേരിയൻറ്റ്, അതായത് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന എം എന്ന് പറയുന്ന റവക്സിൻ്റെ വേരിയൻറ്റിൽ അതിലും 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ലെതററ്റ് സീറ്റുകളുണ്ട്. പിന്നെ 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനുണ്ട്. പക്ഷേ അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും ഒന്നും വയർലെസ്ലി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തന്നെയല്ല അതിൽ 4 സ്പീക്കറാണുള്ളത്. പക്ഷേ LED DRL പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ് LED വരെ ഹാലജനാണ്. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല. 6 എയർ ബാഗ്, ESC തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത് സിംഗിൾ പെയിൻ സൺറൂഫേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് എ എന്ന് പറയുന്ന റവക്സിൻ്റെ ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ പനോരമിക് സൺറൂഫ്, 16 ഇഞ്ച് ടയേഴ്സ്, ക്രൂയിസ് കൺട്രോൾ, വയർലെസ് ചാർജർ, പിന്നെ LED ഹെഡ് ലാമ്പ്, 10.25 ഇഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റൽ കളർ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അഡ്രിനോക്സ് ടെക്നോളജിയുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. 6 സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ സൈഡ് വ്യൂ മിറേഴ്സ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, ഓട്ടോമാറ്റിക് വൈപ്പർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പോകുന്ന ഘടകം എന്ന് പറയുന്ന ഈ ഒരു എഞ്ചിനും ഈ ഒരു ഗിയർ ബോക്സും തന്നെയാണ്. ഒട്ടും മടുപ്പിക്കാത്ത വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡ്രൈവ് സമ്മാനിക്കുന്നുണ്ട് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ റവക്സിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻറ്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ എഞ്ചിൻ്റെ ഗുണഗണങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ വാഹന നിർമ്മാതാക്കൾ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള വേരിയൻസ് കൊണ്ടുവരട്ടെ. കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് അതുപോലെ ഫീച്ചർ റിച്ച് വേരിയൻസ് കൊണ്ടുവരട്ടെ. അങ്ങനെ എല്ലാവരിലേക്കും കൂടുതൽ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഒക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മഹീന്ദ്ര, ടാറ്റ, കിയ തുടങ്ങിയ വാഹന നിർമ്മാതാക്കളുടെയൊക്കെ പ്രൈസ് ലിസ്റ്റ് വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കടലാസ് കൈ വേണം. കാരണം അതുപോലെ വേരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാനൊരു കടലാസ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി കൃത്യമായി വിലകൾ പറയാൻ പോകണം. എല്ലാവരും ഇരുന്ന് കേട്ടോ, കുറച്ച് സമയം എടുക്കും. അപ്പം ഇതിൻ്റെ എൻട്രി ലെവൽ മോഡൽ എന്ന് പറയുന്നത് മാനുവൽ പെട്രോൾ മോഡലിന് 7,99,000, അതായത് 8 ലക്ഷം രൂപയിലാണ് വില ആരംഭിച്ചിരുന്നതെങ്കിൽ
ഇപ്പോൾ ഇതിൻ്റെ എം എന്ന് പറയുന്നത് റവെക്സിൻ്റെ എം എന്ന് പറയുന്ന സെക്കൻഡ് വേരിയൻറ്റ് വന്നപ്പോൾ അതിൻ്റെ വില 94,000 രൂപ കൂടി. 94,000 രൂപ കൂടിയപ്പോഴാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ റവെക്സ് എം എന്ന് പറയുന്ന വേരിയൻറ്റിൽ. അതിന് തന്നെ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും 944 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേരിയൻറ്റിനേക്കാളും ഏതാണ്ട് 1,44,000 രൂപ കൂടുതലുണ്ട്. അതിനുശേഷം വന്നിരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് MX2 Pro എന്ന് പറയുന്ന വേരിയൻ്റാണ്. അതിന് 954 ആയിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന അതിനുശേഷം വന്നിരിക്കുന്ന ഏറ്റവും പുതിയ നമ്മളിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞിരിക്കുന്ന റവെക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അതിന് 944 ഉള്ളൂ. എന്ന് പറയുമ്പോൾ MX2 പ്രോവിനേക്കാളും വില കുറച്ച് 10,000 രൂപ കുറച്ചാണിപ്പോൾ ഈ ഒരു വേരിയൻറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ മാനുവലേ ഉള്ളൂ കേട്ടോ. ഏതാ മറ്റേ എം എന്ന് പറയുന്ന ആ ഒരു റവെക്സിൻ്റെ വേരിയൻറ്റിൽ മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. MX3 Pro ഒക്കെ ഉണ്ട്. അത് നമ്മൾ വിട്ട് കളഞ്ഞ് വീണ്ടും വരുമ്പോൾ AX5 കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ A എന്ന് പറയുന്ന റവെക്സിൻ്റെ വേരിയൻറ്റ് വന്നിരിക്കുന്നത്. അതിന് 11,79,000 രൂപയാണ്. അപ്പോൾ അതിന് തൊട്ടുമുള്ള AX5ന് 11,19 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ വില ആരംഭിക്കുന്ന 11,79 വരുന്ന 79 എന്ന് പറയുന്നത് മാനുവൽ വേരിയൻറ്റിനും ഇപ്പോൾ നമ്മൾ ഓടിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ വേരിയൻറ്റിന് 12,99 13 ലക്ഷം രൂപയാണ് വില. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ AX7L എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിനൊക്കെ 15,80 ഉണ്ട്. എന്ന് പറയുമ്പോൾ ഏകദേശം 2,80,000 രൂപ കുറച്ചാണ് ഇപ്പോൾ ഈ വേരിയൻറ്റ് വന്നിരിക്കുന്നതെന്ന് മാത്രമല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും 360 ഡിഗ്രി ക്യാമറയുമാണ് എനിക്ക് ഇതിനകത്തൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. മറ്റ് കാര്യങ്ങളൊന്നും വലിയ മിസ്സിംഗ് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗംഭീരമായ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റവെക്സ് A എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് പോകാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ മഹീന്ദ്രയുടെ ഷോറൂമിൽ ചെന്ന് ഒരു ഓട്ടോമാറ്റിക് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിലേക്ക് എത്തുമായിരിക്കും. ടോപ്പിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു ട്രെൻഡ് ഇതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഒരു പുതിയ വേരിയൻറ്റ് വന്നിരിക്കുന്നത് ചെയ്തത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അത് ഹ്യുണ്ടായുടെ എക്സ്റ്ററിൻ്റെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പത്തിനേക്കാൾ കൂടുതൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള മോഡലുകൾ അല്ലെങ്കിൽ വേരിയൻറ്റുകൾ കൊണ്ടുവന്ന് തുടങ്ങി കമ്പനികളെന്നാണ് പറയേണ്ടത്. നേരത്തെയൊക്കെ ഇപ്പം നമ്മൾ മാരുതിയൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് LX, LXi, VXi 4 വേരിയൻറ്റ് അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വേരിയൻറ്റുകളൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ അഫോർഡബിൾ ലക്ഷറി നമുക്ക് കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് നമുക്ക് ഈ ഒരു റവെക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിനെ കാണേണ്ടത്. അപ്പോൾ എന്തായാലും കർക്കിടകത്തിലെ മഴ അല്പം നിന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.